നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നബിദിനം ആഘോഷിക്കുകയോ, എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം, മറ്റു വിശദീകരണം ഒന്നും എനിക്ക് ആവശ്യമില്ല, നബിദിനം ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് നിങ്ങൾ ഇന്ന് സുന്നികൾ ചെയ്യുന്ന പോലെ ആഘോഷിക്കണമേ എന്ന് പറയോ, അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബികൾ റബീഉൽ അവ്വൽ 12-ന് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞൊരു മിഠായിയെങ്കിലും കൊടുക്കോ ചെയ്തതായിട്ട് ഖുർആനിലോ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? അതായത് ഇയാൾ ചോദിച്ച മാതിരി ഒരു ആയത്ത് ഖുർആനിൽ കിട്ടണം, ഹദീസിൽ കിട്ടണം. ഇന്ന് എന്റെ നബിദിനാണ്, അപ്പൊ ഒരു മിഠായി നിങ്ങൾ കൊടുത്തോളി എന്ന് പറയുന്ന ഒരു ആയത്ത് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു ഹദീസ് കിട്ടണം. നമ്മൾ ഈ കരുതിയ മാതിരിയുള്ള ആയത്ത് ഖുർആനിൽ ഉണ്ടാവില്ല, നമ്മൾ കരുതിയ മാതിരിയുള്ള ഹദീസും ഖുർആനിൽ ഉണ്ടാവില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ സുന്നിക്കും മുജാഹിദിനും തർക്കമില്ലാത്ത വിഷയമാണ് നിസ്കാരം 5 വഖ്താണ് അല്ലേ? അത് ഏതൊക്കെ 5 വഖ്ത് നമുക്കറിയാം. സുബ്ഹ്, ളുഹ്ർ, അതുപോലെ ഇശാ, അസർ, മഗ്രിബ്, ഇശാ, 5 ഈ 5 പേരെങ്കിലും അള്ളാന്റെ ഖുർആനിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ബാക്കി അവിടെ കട്ടെ. ഈ 5 നിസ്കാരം അതിൽ ആർക്കും തർക്കമില്ല, ചേകന്നൂരിനല്ലാത്ത ആർക്കും തർക്കമില്ല, മൂപ്പരാണി കാണാനുമില്ല. അപ്പൊ അത് പോട്ടെ. ഈ 5 നിസ്കാരാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ 5 നിസ്കാരത്തിന്റെ പേരെങ്കിലും അള്ളാന്റെ ഖുർആനിൽ കാണിക്കാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകേണ്ടതുണ്ടോ? അതിന്റെ പേരിൽ സുന്നിന്ന് രാജിവെക്കേണ്ടതുണ്ടോ? അപ്പൊ നമ്മൾ കരുതിയ മാതിരി ഒരു ആയത്ത് ഉണ്ടാവൂല ഖുർആനിൽ. ഖുർആനിൽ ഉള്ള ആയത്തിൽ നമുക്ക് വേണ്ട വിഷയങ്ങളിൽ തെളിവുണ്ടോ ഇല്ലേ? വിഷയത്തിന്റെ മർമ്മം അതാണ്. ഈ ചെയ്യുന്ന കർമ്മത്തിന് തെളിവുണ്ടോ ഇല്ലേ? ആ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, പ്രമാണങ്ങളിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? പ്രസക്തമായ ചോദ്യമാണ്. ഞാനിങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് കാണിച്ചാണ് എന്ന് പറയണമെങ്കിൽ അത് മുജാഹിദ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി അച്ചടിച്ച് വിടേണ്ടി വരും. അത് അള്ളാന്റെ ഖുർആനിൽ അത് കാണിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറയുന്ന വിഷയങ്ങൾക്ക് ഖുർആനിൽ തെളിവില്ല എന്ന് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല, തെളിവുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് പോലുള്ള ഒരു തെളിവ് ഖുർആനിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് എന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു മിഠായികളെല്ലാവരും വിതരണം ചെയ്തോളി, കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരായത്തും എന്ന് പറയുന്ന ഹദീസൊന്നും ഖുർആനിൽ ഉണ്ടാവൂല. അത് ഉണ്ടായില്ല എന്നതുകൊണ്ട് വിഷയത്തിന് തെളിവില്ലാതെയാവുകയും ഇല്ല. 5 വഖ്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നിസ്കാരമില്ല എന്ന് ആരും പറയില്ലല്ലോ. 5 വഖ്ത് നിസ്കാരമില്ല, അത് ളുഹ്റല്ല, അസറല്ല, മഗ്രിബി അല്ല എന്ന് ആരും പറയില്ല. കാരണം അതൊക്കെ തെളിവുകൾ ഉണ്ടാവുക എന്നതാണ് വിഷയത്തിന്റെ മർമ്മം. അതുകൊണ്ട് ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങളെ കുറിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിവസമാണ് റബീഉൽ അവ്വൽ മാസത്തിൽ 12-ഉം അതിന്റെ ശേഷവും അപ്പുറവും ഇപ്പുറവും ഒക്കെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു ആചാരമാണ്. ഇതിന് തെളിവുണ്ടോ? ഇത് ചെയ്യാമോ? അത് അനുവദനീയമാണോ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂനിസിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാം. എന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. ഖുർആൻ പറയുന്നു, പറയൂ നബിയെ, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണത്. ഖുൽ പറയൂ നിങ്ങൾ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഫദ്ല് റഹ്മത്ത് എന്നത് കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? മുഫസ്സിറുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സഹാബികളുടെ ഹെഡായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വറഹ്മത്തുഹു എന്ന് പറഞ്ഞാൽ അത് ഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്താകുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ ആ റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, സന്തോഷം പ്രകടിപ്പിച്ചോളൂ എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശ്യമെന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഫ്സീർ ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തി വെക്കുന്നു, തഫ്സീർ റൂഹുൽ മാനിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു, മറ്റു പല തഫ്സീറുകളിലും നമുക്കിത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ
അള്ളാഹുവിന്റെ റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ പെട്ടതാണ് റബീഉൽ അവ്വൽ 12 സന്തോഷിപ്പിക്കുന്നതും അതുപോലെ 11 13 എപ്പോഴായാലും ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. വിശ്വാസികൾ നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒന്ന്.